ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ടീം ബിൽഡിംഗ് ആണ്. ഓക്കെ, ടീം ബിൽഡിംഗ് എങ്ങനെയാണ് ഒരു ടീം ബിൽഡ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതെന്തൊക്കെയാണ്, ടീം ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയെന്നുള്ളതാണ് നമുക്കിനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, എനിവേ എന്താണ് ടീം ബിൽഡിംഗ്? ടീം ബിൽഡിംഗ് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് ഇംപ്രൂവ് ടീം പെർഫോമൻസ്, സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ് ആൻഡ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ അമംഗ് ടീം മെമ്പേഴ്സ്. ഓക്കെ, ടീം ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റുന്ന, റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്തുന്ന, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്ത് ആക്ടിവിറ്റീസിനെയും പ്രാക്ടീസിനെയും നമ്മൾ ടീം ബിൽഡിംഗ് എന്ന് പറയും. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന, റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്തുന്ന, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എന്ത് പ്രാക്ടീസുകളെയും എന്ത് ആക്ടിവിറ്റീസിനെയും നമ്മൾ ടീം ബിൽഡിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ടീം ബിൽഡിംഗ്. ടീം ബിൽഡിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസാണ് ഇനി പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ഡിഫൈൻ ഒബ്ജക്റ്റീവ് ക്ലിയർലി. നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് കൊളാബറേഷൻ ആൻഡ് ഓവർ കോമ്പറ്റീഷൻ. ഓക്കെ, ഇവിടെ ഫോക്കസ് ഓൺ വർക്കിംഗ് ടുഗദർ റാദർ ദാൻ കോമ്പറ്റീറ്റ് വിത്തിൻ ദ ടീം എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, കൊളാബറേഷനാണ്, അല്ലാതെ കോമ്പറ്റീഷൻ എന്നുള്ളതല്ല. എല്ലാവരും ഒരുമിച്ച് ചെയ്യുക, അല്ലാതെ ഇവിടെ മത്സരമില്ല. ഓക്കെ, പരസ്പരം വർക്ക് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക, അല്ലാതെ ഇവിടെ എന്തല്ല, ആ ടീമിലുള്ള ആൾക്കാർ തമ്മിൽ മത്സരത്തിനല്ല ഇവിടെ പ്രാധാന്യമുള്ളത്. പിന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, എല്ലാവരെയും എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേഷൻസ് ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഓൾ ടീം മെമ്പേഴ്സ് ഷുഡ് ബി ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എല്ലാ മെമ്പേഴ്സിനും ഡിസിഷൻ മേക്കിങ്ങിലും എല്ലാ ആക്ടിവിറ്റീസിലും ഉൾപ്പെടുത്തുക എന്നുള്ളത്. then ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, എല്ലാ ടീമിൻ്റെ ഉള്ളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, ഓപ്പൺ ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ റെസ്പെക്റ്റ് ആൻഡ് ട്രസ്റ്റ്, ടീമിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, റെസ്പെക്റ്റും ട്രസ്റ്റും കൊണ്ടുവരിക. ദെൻ എന്നാലേ അത് സ്മൂത്തായിട്ട് കൊളാബറേഷനൊക്കെ വേണ്ടി ട്രസ്റ്റ് റെസ്പെക്റ്റും നടക്കുകയുള്ളൂ. പിന്നെ എന്താ പറഞ്ഞത്, ഇൻക്ലൂസിവിറ്റിയാണ്, എല്ലാ ടീം മെമ്പേഴ്സിനെയും ഒരേപോലെ കാണുക, ഈക്വലാക്കുക, വാല്യൂഡ് ആക്കുക, എല്ലാവരെയും അവരെ ഉൾപ്പെടുത്തി എന്നുള്ള ഫീൽ ഉണ്ടാക്കുക. പിന്നെ ഇവിടെ കുറച്ച് പോയിൻറ്റുകൾ നിങ്ങൾ ടെക്സ്റ്റ് പറയുന്നുണ്ട്. അഡാപ്റ്റബിലിറ്റി, അല്ലേ, ചേഞ്ചിനനുസരിച്ചിട്ട് മാറാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് കണ്ടിന്യൂസ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക, പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു എഫക്റ്റീവ് ടീം ബിൽഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നുള്ളത്? ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുക, ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടീം മെമ്പേഴ്സിനുള്ള റോള്, റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുക. അതുപോലെ ഫോസ്റ്റർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അവിടെ ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എൻകറേജ് ടീം വർക്ക്, ടീം വർക്ക് അവിടെ എൻകറേജ് ചെയ്യുക. ദെൻ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് റിസോഴ്സ്, ടീം മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള വർക്കിനുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നർത്ഥം. അങ്ങനെ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ മോണിറ്റർ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളത്, ടീമിൻ്റെ പ്രോഗ്രസ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ദെൻ സെലിബ്രേറ്റ് സക്സസ് എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് ബിൽഡിംഗ് ആൻഡ് എഫക്റ്റീവ് ടീം ബിൽഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. ഓക്കെ, നമ്മളിനി കുറച്ചൊരു ടെർമിനോളജിയിലേക്ക് കിടക്കുകയാണ്. സോ നിങ്ങൾക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എഴുതാം. അതുപോലെ തന്നെ നമ്മളിവിടെ 1 2 3 4 5 6 7 എന്ന് കൊടുത്തിട്ടുള്ള ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഗൈഡിങ് പ്രിൻസിപ്പിൾസിലാക്കി തന്നെ എഴുതാം. ഇത് രണ്ടും കൂടെ എഴുതിയാലും നോ പ്രോബ്ലം, കറക്റ്റ് ഉത്തരമായിട്ട് വരും കേട്ടോ. ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ എല്ലാം പഠിച്ചാലും എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്കാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പുകൾ തന്നെയാണ്. ഓക്കെ, ഗ്രൂപ്പ് ഫോർമേഷൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടീം ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പ് ഇത് തന്നെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ഫോളോസ് മോഡൽ, ഇത് ടുക്മാൻ ആൻഡ് സ്ട്രാറ്റജീസ് ഗ്രൂപ്പ് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു 5 സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചാൽ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റെപ്പുകളാണ്. ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ.
ഫസ്റ്റ് വൺ ഫോമിംഗ് ആണ്. അതായത് നമ്മൾ നോട്ടിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഫോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേജ് വേർ ദ ഗ്രൂപ്പ് കം ടുഗദർ. ആ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇനീഷ്യൽ സ്റ്റേജ് ആ ഫസ്റ്റ് സ്റ്റേജാണ്. ഓക്കെ, മെമ്പേഴ്സ് ആർ പൊളൈറ്റ്, അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഗ്രൂപ്പ് ഗോൾസ് ആൻഡ് ദെയർ റോൾസ്. പീപ്പിൾ ആർ സ്റ്റിൽ ഫിഗറിങ് ഔട്ട് ഹൗ ടു ഫിറ്റ് ഇറ്റ്. ഇവിടെ ചെയ്യുന്നത് ടീം മെമ്പേഴ്സ് പരസ്പരം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിലുള്ള ഓരോരുത്തരുടെ റോൾ എന്താണ്, എന്താണ് ടീമിൻ്റെ ഗോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുന്നതിനെയാണ് ഫോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ടീം മെമ്പേഴ്സ് പരസ്പരം മനസ്സിലാക്കുക, അതുപോലെ തന്നെ ടീമിൻ്റെ ഗോൾ എന്താണ് പോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് സ്റ്റോമിംഗ് ആണ്. ഓക്കെ, ഇവിടെ ടീം മെമ്പേഴ്സ് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ്, ഐഡിയാസ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ മേ ലീഡ് ടു ഡിസഗ്രിമെൻ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ടീം മെമ്പേഴ്സ് അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പല ആൾക്കാർക്കും പല ഐഡിയാസ് ആകുമ്പം അവിടെ ഡിസഗ്രിമെൻറ്റിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ. ദെൻ തേർഡ് നോമിംഗ് ആണ്. നോമിംഗ് അറ്റ് ദി സ്റ്റേജ് ദ ഗ്രൂപ്പ് സ്റ്റാർട്ട് ടു സെറ്റിൽ ഇൻ ടു എ മോർ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ മെമ്പർ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അല്ല, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. ഓരോ മെമ്പേഴ്സിൻ്റെയും സ്ട്രെങ്ത് വീക്ക്നെസ് തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ദ ബിഗിൻ ടു വർക്ക് ടുഗദർ മോർ എഫക്റ്റീവ്ലി. അല്ലെ, അവർ ഒരുമിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കോപ്പറേഷൻ ഇൻക്രീസസ് ആൻഡ് ദ ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് റൂൾസ് ആൻഡ് നോംസ് ഫോർ വർക്കിംഗ് ടുഗദർ. ഇവിടെ ഈ ഒരു ഇതിൽ നോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ആ ഗ്രൂപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ എന്തായി, ഫോമിങ്, ആ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ മെമ്പേഴ്സ് പരസ്പരം തിരിച്ചറിയാണ് ചെയ്യുന്നത്. അവിടെ ടീമിൻ്റെ ഗോളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമത് സ്റ്റോമിങ് ആണ്. അല്ലേ, എന്ത് കാര്യങ്ങളാണ്, എന്ത് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ മെമ്പേഴ്സ് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അറൈസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മേ ലീഡ് ടു അവിടെ ഡിസഗ്രിമെൻറ്റ് ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ നോമിംഗ് ആണ്. ആ ഗ്രൂപ്പ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള നോംസും റൂൾസും റെഗുലേഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് മൂന്നാമത്തേൽ ചെയ്യുന്നത്. നാലാമത്തത് പെർഫോമിംഗ് ആണ്. ഓക്കെ, ആ ഒരു ടീമിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് പെർഫോമിങ്. ദ ഗ്രൂപ്പ് റീച്ചസ് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ്. മെമ്പർ വർക്ക് വെൽ ടുഗദർ, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി ആൻഡ് ഫോക്കസ് ഓൺ അച്ചീവിങ് ദ ഗ്രൂപ്പ്സ് ഗോൾ. ആ ഗ്രൂപ്പിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അല്ലെ, കൊളാബറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ മാക്സിമം ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഇവിടെ പുറത്ത് കൊണ്ടുവരുന്നത്. അതാണ് പെർഫോമിങ്. ദ ലാസ്റ്റ് വൺ അഡ്ജേണിങ്. അഡ്ജേണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പിൻ്റെ ഗോള് അവിടെ അച്ചീവ് ചെയ്താൽ ആ ഗ്രൂപ്പ് പിന്നെ അവിടെ ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് ഫൈനൽ സ്റ്റേജ് ദ ഗ്രൂപ്പ് ടാസ്ക് ഈസ് കംപ്ലീറ്റഡ്. ഗ്രൂപ്പിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ ഗ്രൂപ്പ് ഡിസ്ബാൻഡ്. പിന്നെ ആ ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യാണ്, ഡിസ്ബാൻഡ് ചെയ്യാണ്, പിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി സാഡ് ടൈം ദാറ്റ് മേ ലീഡ്, അതൊരു സാഡ് ടൈമാണ്. പീപ്പിൾ മേ ഫീൽ സെൻസ് ഓഫ് ലോസ് ആഫ്റ്റർ സ്പെൻഡിങ് ദ ടൈം ടുഗദർ. അവർ ആ ഒരു വർക്ക്, അവരുടെ ആ ഒരു ടാസ്ക്, അവരുടെ ആ ഒരു മിഷന് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഗ്രൂപ്പിനെ പിന്നെ അവിടെ ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അഡ്ജേണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് അഡ്ജേണിങ്. ഓക്കെ, ഇനി നമുക്ക് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. ഐസ് ബ്രേക്കിംഗ് ആണ്. ആക്ടിവിറ്റീസ് ടു ഹെൽപ്പ് ടീം മെമ്പേഴ്സ് ടു ഗെറ്റ് നോ ഈച്ച് അതർ. പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഐസ് ബ്രേക്കിംഗ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ദെൻ പിന്നെ പറയുന്നത് പ്രോബ്ലം സോൾവിങ് ചലഞ്ചസ് കൊടുക്കാം എന്നുള്ളത്. പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പ്രോബ്ലം സോൾവിങ് ചലഞ്ചസ് അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. നമ്മൾ തന്നെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പല വർക്കുകൾ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ. ദെൻ ടീം ഔട്ടിംഗ് ആണ്, അല്ലേ, ഒരു ഫീൽഡ് വിസിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്. ദെൻ ട്രസ്റ്റ് ബിൽഡിംഗ് എക്സസൈസ്, വിശ്വാസം കൂടുന്ന രീതിയിലുള്ള എക്സസൈസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വർക്ക്ഷോപ്പ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് പോലുള്ള വർക്ക്ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്ന് നോക്കുക. കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് നടത്താം, ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ്, ട്രസ്റ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, കൊളാബറേഷൻ ആക്ടിവിറ്റീസ്, സോഷ്യൽ ബോണ്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. ഔട്ടിംഗ് ഒക്കെ
കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഫീൽഡ് വിസിറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി കോർ കോമ്പണൻസ് ഓഫ് ടീം വർക്ക്. ഒരു ടീം വർക്കിൻ്റെ കോർ കോമ്പണൻസ് ഒരു ടീമിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു 5 പോയിൻറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, കൊളാബറേഷൻ ഉണ്ടായിരിക്കണം, ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, കമ്മിറ്റ്മെൻറ്റ്, ടീമിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവിടെ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അഡാപ്റ്റബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, കോർഡിനേഷൻ വേണം, കൊളാബറേഷൻ വേണം, ഇൻക്ലൂസിറ്റിവിറ്റി വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചർ, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം. ഈ കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, ഇതിൽ 5 പോയിൻ്റാണ്. അഡീഷണൽ ആയിട്ട് നിങ്ങൾ പോയിൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. then ഇനി ടീം വർക്ക് സ്കില്ലുകളാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതിനൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കൊളാബറേഷൻ സ്കില്ല്, ട്രസ്റ്റ്, കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാം. ഫസ്റ്റ് വൺ ലിസണിങ് ആണ്. ഓക്കെ, ടീം മെമ്പേഴ്സിന് പരസ്പരം കേൾക്കണം എന്നുള്ളതാണ് ലിസണിങ്. രണ്ടാമത് പ്രോബ്ലം സോൾവിങ് ആണ്. അവിടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഓക്കെ, ദെൻ ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം, അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം, എമ്പതി വേണം, സിമ്പതി വേണം, ഇനീഷ്യേറ്റീവായിട്ടുള്ള സ്കിൽ ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ടാവണം, ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് വേണം, മോട്ടിവേഷൻ സ്കില്ല് വേണം. ഈ സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുന്ന സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കുക. ഒരു ടീമിന് എന്തൊക്കെ സ്കില്ല് വേണം, ആ സ്കില്ലൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.